കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അനധികൃതമായി അർഹർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ വാർത്തകൾ പുറത്തുവന്നത്. നിരവധി പേർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ 373 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. അനധികൃതമായി കൈപ്പറ്റിയ പണം 18% പലിശയോടെ തിരിച്ചുപിടിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടിയെടുക്കുന്ന മൂന്നാമത്തെ വകുപ്പാണ് ആരോഗ്യവകുപ്പ്. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയെന്ന് ധനവകുപ്പ് കണ്ടെത്തിയ 1458 സർക്കാർ ജീവനക്കാരിലേറെയും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളിലാണ്. പേര് സഹിതമാണ് 373 പേരുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. പട്ടികയിൽ അറ്റൻഡർമാർ, ക്ലർക്കുമാർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ തുടങ്ങിയവരും ഉൾപ്പെടുന്നുണ്ട്. ഇവരെ നേരിട്ട് സസ്പെൻഡ് ചെയ്യേണ്ട എന്നാണ് നിലവിലെ തീരുമാനം. പിഴയോടുകൂടി പണം തിരിച്ചടക്കണമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഇവർക്കെതിരെ വകുപ്പുതല നടപടിയും വൈകാതെ ഉണ്ടാവുമെന്നാണ് അറിയിപ്പുകൾ. നേരത്തെ മണ്ണ് സംരക്ഷണ വകുപ്പും പൊതുഭരണ വകുപ്പുമാണ് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയെടുത്തത്. അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ പൊതുഭരണ വകുപ്പിലെ 6 പാർട്ട് ടൈം സ്വീപ്പർമാർക്ക് പെൻഷൻ തുക തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നോട്ടീസും നൽകിയിരുന്നു. 18% പലിശ സഹിതമാണ് തിരിച്ചടക്കേണ്ടത്. 22,600 മുതൽ 86,000 രൂപ വരെ ഇവർക്ക് തിരിച്ചടക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇവരെ പിരിച്ചുവിടണമെന്ന് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ശുപാർശ ചെയ്തിരുന്നെങ്കിലും പണം തിരിച്ചുപിടിച്ച ശേഷം മറ്റു നടപടികൾ മതിയെന്നാണ് സർക്കാരിന്റെ തീരുമാനം. നേരത്തെ മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ജീവനക്കാരെ സസ്പെൻഡും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിൽ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ കൂടുതൽ നടപടികളിലേക്ക് സർക്കാർ കടന്നേക്കാമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.